ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈനസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശിശിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC കുട്ടികളുടെ ഇംഗ്ലീഷ് ചാപ്റ്ററിലെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ആ ഒരു പാഠഭാഗമാണ്. അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറി പരിചയപ്പെടുന്നതിന് മുന്നേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വെച്ചാണ് നിർത്തിയത്? മാർത്തയോട് പ്രിൻസിപ്പാൾ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിന് ഏകദേശം $15 പേ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ വെച്ചിട്ട് പാരഗ്രാഫ് 7 വെച്ചിട്ടാണ് നമ്മൾ എൻഡ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് 8ാമത്തെ പാരഗ്രാഫ് നോക്കാം. I stared at him in shock, and a small sound of dismay escaped my throat. I had not expected this. He still avoided looking in my eyes. അപ്പോൾ എന്താ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്? പ്രിൻസിപ്പളുടെ ആ ഒരു സംസാരം കേട്ടിട്ട് അതെന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഷോക്കായി മാറി. കാരണം എന്താണ്, ഇതുവരെ $15 പേ ചെയ്യാതെയായിരുന്നു ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് പേ ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം, മാർത്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത ഫീലിംഗ് തന്നെയായിരുന്നു. ആൻഡ് സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ എസ്കേപ്ഡ് മൈ ത്രോട്ട്. എൻ്റെ ഉള്ളിൽ ഒരു ദീർഘനിശ്വാസത്തിൻ്റെ സൗണ്ട് പുറത്തേക്ക് വന്നു. കാരണം ആ ഒരു ഷോക്കിലുണ്ടാവുന്ന ഒരു ദീർഘനിശ്വാസം എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഡിസ്മേ മീൻസ് നിരാശ അല്ലെങ്കിൽ അമ്പരപ്പ് എന്നൊക്കെ പറയും. ഐ ഹാഡ് നോട്ട് എക്സ്പെക്റ്റഡ് ദിസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒന്നായിരുന്നു, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. ഇതുവരെ $15 ഇല്ലാതെയായിരുന്നു ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു നിരാശ ഉണ്ടാക്കി, വല്ലാത്തൊരു ഷോക്ക് എൻ്റെ മനസ്സിലുണ്ടാക്കിയെന്ന് മാർത്ത പറയുന്നുണ്ട്. So, if you are unable to pay the $15 for the jacket, it will be given to the next one in line. I did not need to ask who that was. നിനക്ക് ആ ഒരു $15 അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ നെക്സ്റ്റ് വൺ ഇൻ ലൈൻ. ആ ഒരു ലിസ്റ്റിലുള്ള അടുത്ത ആൾക്ക്, അതായത് നിൻ്റെ തൊട്ട് താഴെയുള്ള ആൾക്ക് അത് കൈമാറുമെന്ന് ആര് പറഞ്ഞു? പ്രിൻസിപ്പൾ പറഞ്ഞു മാർത്തയോട് കേട്ടോ. അപ്പോൾ ഐ ഡിഡ് നോട്ട് നീഡ് ടു ആസ്ക് ഹു ദാറ്റ്. അടുത്ത ആൾ ആരാണ് എന്നുള്ള കാര്യം എനിക്ക് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി അറിയാമായിരുന്നു, അടുത്ത ആരാണെന്ന് അറിയാമായിരുന്നു. അതായത് ഫസ്റ്റത്തെ ആൾ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾ ആ ഒരു $15 അടച്ചിട്ടില്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ആൾ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ അയാൾക്ക് ആ ഒരു ജാക്കറ്റ് കൈമാറുമെന്നായിരുന്നു പ്രിൻസിപ്പൾ പറഞ്ഞത്. ഇനി നമ്മൾ 9ാമത്തെ പാരാഗ്രാഫ് നോക്കുന്നത്. സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദ ഡിഗ്നിറ്റി ഐ കുഡ് മസ്റ്റർ, ഐ സെഡ് ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ്, സർ, ആൻഡ് ലെറ്റ് യു നോ ടുമാറോ. മസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഖരിക്കുക. അപ്പോൾ ഇവിടെ ധൈര്യം ശേഖരിക്കുന്നതിനെയാണ്, അഥവാ ധൈര്യം സംഭരിക്കുന്നതിനെയാണ് ഇവിടെ ഈ മസ്റ്റർ എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെ അഭിമാനത്തോടെ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രിൻസിപ്പലിനോട് പറഞ്ഞു, എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹം എന്താ പറയുന്നത് എന്ന് അറിഞ്ഞിട്ട് ഞാൻ താങ്കളോട് നാളെ പറയാം എന്നുള്ള കാര്യം മാർത്ത പ്രിൻസിപ്പലിനോട് പറഞ്ഞു. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം ഫ്രം ദ ബസ് സ്റ്റോപ്പ്. അന്ന് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. കാരണം എന്തായിരുന്നു? ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടില്ലേ. ദ ഡേർട്ട് റോഡ് വാസ് എ 1/4 മൈൽസ് ഫ്രം ദ ഹൈവേ. പ്രധാന റോഡിൽ നിന്ന്, അതായത് ഹൈവേയിൽ നിന്ന് വീട്ടിലേക്കുള്ള ആ റോഡ് എന്ന് പറയുന്നത് ഡേർട്ട് റോഡായിരുന്നു. സോ ബൈ ദ ടൈം ഐ ഗോട്ട് ഹോം മൈ ഐസ് വെർ റെഡ് ആൻഡ് പഫി. പഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചുവന്ന് വീർക്കുക. അതിനെയാണ് പഫി എന്ന് പറയുക. അപ്പോൾ അത്രയും ടൈം കരഞ്ഞുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ കണ്ണുകളൊക്കെ ആകെ ചുവന്ന് തുടിച്ചിരുന്നു. കാരണം ഒരുപാട് കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ മുകളിലൊക്കെ നമുക്കൊരു വീങ്ങിയ പോലെയൊക്കെ തോന്നൂല്ലേ. അപ്പോൾ അങ്ങനെ കണ്ണുകളൊക്കെ ചുവന്ന് തുടുത്തിരുന്നു. പഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്ന് തുടുക്കുക. വെർ ഇസ് ഗ്രാൻഡ് പാ? ഐ ആസ്ക്ഡ് ഗ്രാൻഡ് മാ ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ഫ്ലോർ സോ ഷീ വുഡ് നോട്ട് ആസ്ക് മീ വൈ ഐ ഹാഡ് ബീൻ ക്രൈയിങ്. ഷീ വാസ് സ്യൂയിങ് ഓൺ എ ക്വിൽറ്റ് ആസ് യൂഷ്വൽ ആൻഡ് ഡിഡ് നോട്ട് ലുക്ക് അപ്പ്. ഐ തിങ്ക് ഹീ ഈസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദി ബീൻ ഫീൽഡ്. അപ്പോൾ മാർത്ത വീട്ടിലെത്തിയതിന് ശേഷം അവൾ ചോദിക്കുകയാണ്, വെർ ഇസ് ഗ്രാൻഡ് പാ? ഗ്രാൻഡ് പാ എവിടെയാണെന്ന് ഗ്രാൻഡ്മയോട് ചോദിക്കുകയാണ്. ഞാൻ ഗ്രാൻഡ് പാ എവിടെയാണെന്ന് ഗ്രാൻഡ്മയോട് ചോദിക്കുന്ന ആ ഒരു സമയത്ത് എൻ്റെ കണ്ണുകളിൽ ഞാൻ തറയിലേക്കായിരുന്നു നോക്കിയിരുന്നത്. കാരണം എന്തായിരുന്നു? ഞാൻ കരഞ്ഞത് എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണുകൾ ചുവന്ന് നിൽക്കുന്നത് എന്നൊക്കെ ഗ്രാൻഡ്മ ചോദിക്കും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തറയിലേക്ക് നോക്കിയിട്ടായിരുന്നു ഗ്രാൻഡ് പാ എവിടെയാണെന്ന് ചോദിച്ചത്. ഷീ വാസ് സ്യൂയിങ് ഓൺ എ കിൽറ്റ് ആസ് യൂഷ്വൽ ആൻഡ് ഡിഡ് നോട്ട് ലുക്ക് അപ്പ്. ഗ്രാൻഡ്മ ഒരു കിൽറ്റ് തുന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഗ്രാൻഡ്മ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കിൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെക്കറേറ്റഡ് ബെഡ് കവർ, ഒരു ബെഡ് കവർ ഡെക്കറേറ്റ് ചെയ്തതിനെയാണ് കിൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നർത്ഥം. ഐ തിങ്ക് ഹീ ഈസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദി ബീൻ ഫീൽഡ്.
ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഗ്രാൻഡ്പ പുറകുവശത്ത് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ബീൻ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പയറൊക്കെ കുഴിച്ചിടുന്ന ആ ഒരു കൃഷിസ്ഥലമുണ്ട് വീടിൻ്റെ പുറകുവശത്ത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഇനി നമ്മൾ 10ാമത്തെ പാരഗ്രാഫാണ് നോക്കുന്നത്. ഐ വെൻ ഔട്ട്സൈഡ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ ഫീൽഡ്സ്. ഞാൻ പുറകുവശത്തേക്ക്, അതായത് ബാക്ക് സൈഡിലേക്ക് പോയി. ഹി വാസ്, ഞാൻ അവിടെ ഗ്രാൻഡ്പയെ കണ്ടു. ഐ കുഡ് സീ ഹിം വാക്കിംഗ് ബിറ്റ്വീൻ ദ റോസ്. ഞാനവിടെ അദ്ദേഹത്തിനെ കണ്ടു. എവിടെ? ബിറ്റ്വീൻ ദ റോസ്. എന്തിനും ഇടയിലൂടെയാണ് കണ്ടത്? ആ ഒരു റോസിൻ്റെ, അതായത് ചെറിയ ചെറിയ ചെടികളുടെ, ആ ഒരു കുറ്റിച്ചെടികളുടെ ഇടയിലൂടെ ഞാൻ ഗ്രാൻഡ്പയെ കണ്ടു. ദ ബോഡി ബെൻഡ് ഓവർ ദ ലിറ്റിൽ പ്ലാന്റ്സ്, ഹോ ഇൻ ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ ശരീരം ആ ഒരു ചെറിയ പ്ലാന്റ്സിൻ്റെ ഇടയിലൂടെ കുനിഞ്ഞു പിടിച്ചാണ് അദ്ദേഹം നടക്കുന്നത്. ഹോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്കോട്ട്. അപ്പോൾ ഒരു കയ്യിൽ കൈക്കോട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ കൈക്കോട്ടും ഉണ്ട്. ഐ സ്ലോലി ഔട്ട് ടു ഹിം. ഞാൻ സാവധാനത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു. ട്രൈങ് ടു തിങ്ക് ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദ മണി. ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് അദ്ദേഹത്തോട് പണത്തിനെ കുറിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ഈ ഒരു കാര്യം അവതരിപ്പിക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. There was a cool breeze blowing and sweet smell of mesquite fruit in the air, but I did not appreciate it. ആ ഒരു സമയത്ത് അവിടെ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആ ഒരു തണുത്ത കാറ്റിൽ മെസ്കിറ്റ് ഫ്രൂട്ടിൻ്റെ സ്മെല്ല് അതിലൂടെ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മെസ്കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഫ്രൂട്ടാണ്, ഒരു പ്രത്യേകതരം ഫ്രൂട്ടിനെയാണ് മെസ്കിറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ കൂടിയും എൻ്റെ മാനസികാവസ്ഥ ആ ഒരു സ്മെല്ലിനെ ആസ്വദിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. I kicked at a dirt cloud. I want that jacket so much. It was more than just being a valedictorian and giving a little thank you speech for the jacket on graduation night. It represented the 8 years of the hard work and expectations. എന്താണ് കിക്കഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിക്കുക അല്ലെങ്കിൽ ചവിട്ടുക. ഐ കിക്കഡ് അറ്റ് എ ഡേർട്ട് ക്ലോഡ്. ക്ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺകട്ട. ഞാനൊരു മൺകട്ടയെ തൊഴിച്ചു. ഐ വാൻറ്റഡ് ദാറ്റ് ജാക്കറ്റ് സോ മച്ച്. എനിക്ക് ആ ഒരു ജാക്കറ്റ് വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്നത് ഈ ഒരു പാരാഗ്രാഫിൽ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാലിഡേറ്റോറിയൻ സ്റ്റുഡൻ്റ് ആവുക അല്ലെങ്കിൽ താങ്ക് യു സ്പീച്ച് നടത്തുക എന്നതൊന്നും അല്ലായിരുന്നു എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ അതൊന്നും അല്ലായിരുന്നു എൻ്റെ അംബീഷൻ, ലക്ഷ്യം എന്ന് പറയുന്നത്. അതൊന്നും ഞാൻ മോഹിക്കുന്നുമില്ല. ബട്ട് എൻ്റെ 8 ഇയേഴ്സിലെ കഷ്ടപ്പാടുകളും പ്രതീക്ഷയുമാണ് ആ ഒരു ജാക്കറ്റ് എന്ന് പറയുന്നത്. അതായത് 1ാം ക്ലാസ് തൊട്ടിട്ട് 8ാം ക്ലാസ് വരെ ഞാൻ കഠിനമായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ജാക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ജാക്കറ്റ് എനിക്ക് വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്ന് മാർത്ത പറയുന്നു. ഐ ന്യൂ ഐ ഹാഡ് ടു ബി ഹോണസ്റ്റ് വിത്ത് ഗ്രാൻഡ്പ. ഇറ്റ് വാസ് മൈ ഓൺലി ചാൻസ്. ഹി സോ മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ്. ഐ ന്യൂ ഐ ഹാഡ് ടു ബി ഹോണസ്റ്റ്. അപ്പോൾ ഗ്രാൻഡ്പയുടെ മുന്നിൽ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇറ്റ് വാസ് മൈ ഓൺലി ചാൻസ്. എൻ്റെ ആകെ കൂടിയുള്ള ഒരു ചാൻസാണ് ഈ ഒരു ഗ്രാൻഡ്പയുടെ അടുത്ത് പോയിട്ട് ആ പണം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് വാങ്ങുക എന്നുള്ളത്. ഹീ സോ മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ്. അദ്ദേഹം എൻ്റെ നിഴൽ കണ്ട് അദ്ദേഹം എന്നെ അങ്ങനെ നോക്കുമായിരുന്നു. ഇനി നമ്മൾ 11ാമത്തെ പാരഗ്രാഫാണ് നോക്കുന്നത്. ഹി വെയിറ്റഡ് ഫോർ മീ ടു സ്പീക്ക്. ഐ ക്ലിയർഡ് മൈ ത്രോട്ട് നെർവസ്ലി ആൻഡ് ക്ലാസ്പ്ഡ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ് മൈ ബാക്ക് സോ ഹി വുഡ് നോട്ട് സീ ദം ഷേക്കിംഗ്. Grandpa, I have a big favor to ask you, I said in Spanish, the only language he knew. He waited for me to speak. ഞാൻ സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാൻഡ്പ വെയിറ്റ് ചെയ്തു. ഐ ക്ലിയർഡ് മൈ ത്രോട്ട് നെർവസ്ലി. എൻ്റെ ത്രോട്ട്, അതായത് എൻ്റെ തൊണ്ട ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തു. സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യില്ലേ, അങ്ങനെ ചെയ്തു. ആൻഡ് ക്ലാസ്പ്ഡ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ് മൈ ബാക്ക് സോ ഹി വുഡ് നോട്ട് സീ ദം ഷേക്കിംഗ്. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത്, എൻ്റെ കൈകൾ ഞാൻ പിറകിലേക്ക് കെട്ടിവെച്ചു. ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു, ഐ സെഡ് ഇൻ സ്പാനിഷ്, ദ ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ. ഗ്രാൻഡ്പയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഈ കാര്യമൊക്കെ പറയുന്നത് സ്പാനിഷ് ഭാഷയിലാണ്. കാരണം ഗ്രാൻഡ്പയ്ക്ക് ആകെ അറിയുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പാനിഷ് ആയിരുന്നു. ഇനി നമ്മൾ 12ാമത്തെ പാരഗ്രാഫാണ് നോക്കുന്നത്. He still waited silently. I tried again. Grandpa, this year the principal said the scholarship jacket is not going to be free. It's going to cost $15 and I have to take the money in tomorrow. Otherwise it will be given to someone else. He still waited silently. അദ്ദേഹം സൈലൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. I tried again. ഗ്രാൻഡ്പ ഞാൻ പറഞ്ഞതിനൊന്നും റിപ്ലൈ തരാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് വിചാരിച്ചു. It's going to cost $15 and I have to take the money in tomorrow. Otherwise it will be given to someone else.
പിന്നെന്താ പറയുന്നത്, ഗ്രാൻഡ്പ ഈ ഇയർ മുതൽ സ്കോളർഷിപ്പ് ജാക്കറ്റിന് കുറച്ച് പണം നൽകേണ്ടി വരും, ഏകദേശം $15. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ജാക്കറ്റ് അടുത്ത കുട്ടിക്ക് കൈമാറും. അതായത് ഏറ്റവും ടോപ്പ് സ്കോറിൽ നിന്ന് ഏറ്റവും ടോപ്പിലുള്ള കുട്ടിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള കുട്ടിക്ക് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൈമാറുമെന്ന് മാർത്ത ഗ്രാൻഡ് ഫാദറിനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നാളെ പ്രിൻസിപ്പലിനെ അറിയിക്കണം. നമ്മൾ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് വാങ്ങാൻ ആ ഒരു പണം കൊടുക്കോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ പ്രിൻസിപ്പലിനോട് നാളെ തന്നെ പറയണം. ദ ലാസ്റ്റ് വേർഡ്സ് കെയിം ഔട്ട് ഇൻ ആൻ ഈഗർ റഷ്. എൻ്റെ ആ ഒരു അവസാനത്തെ വാക്കുകൾ ഞാൻ അദ്ദേഹത്തോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നില്ല, ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു പോയതായിരുന്നു. ഗ്രാൻഡ്പ സ്ട്രൈറ്റൻഡ് അപ്പ് ടയർഡ്ലി ആൻഡ് ലീൻഡ് ഹിസ് ചിൻ ഓൺ ദ ഹോ ഹാൻഡിൽ. ഹി ലുക്ക്ഡ് ഔട്ട് ഓവർ ദ ഫീൽഡ് ദാറ്റ് വാസ് ഫിൽഡ് വിത്ത് ദ ടൈനി ഗ്രീൻ ബീൻ പ്ലാന്റ്സ്. I waited desperately, hoping he had say I could have the money. He turned to me and asked quietly, "What does a scholarship jacket mean?" അപ്പോൾ എന്താണ്, ഗ്രാൻഡ്പ സ്ട്രൈറ്റൻ അപ്പ് ടയർഡ്ലി ആൻഡ് ലീൻ ഹിസ് ചിൻ ഓൺ ദി ഹോ ഹാൻഡിൽ. ഗ്രാൻഡ്പ ക്ഷീണിതനായിട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കൈക്കോട്ടിൻ്റെ ആ ഒരു താഴയിലേക്ക് താടി ഇങ്ങനെ മുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ക്ഷീണം പ്രകടിപ്പിച്ച് അദ്ദേഹം ഇങ്ങനെ അവിടെ നിൽക്കുകയായിരുന്നു. വളരെ ടയേർഡായിട്ട് ഇങ്ങനെ നിവർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. He looked out over the field that was filled with the tiny green bean plants. അത് മുഴുവനും ചെറിയൊരു ഗ്രീൻ കളറിലുള്ള ബീൻ പ്ലാന്റ്സ് കൊണ്ട് നിറഞ്ഞു നിൽക്കായിരുന്നു. അദ്ദേഹം തൻ്റെ വയലിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് പറയുന്നത്. I waited desperately, hoping he had say I could have the money. എനിക്ക് പണം തരാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. He turned to me and asked quietly, "What does a scholarship jacket mean?" പക്ഷേ എന്താ സംഭവിച്ചത്, അദ്ദേഹം എൻ്റെ അടുത്തേക്കൊന്ന് തിരിഞ്ഞിട്ട് ചോദിച്ചു, എന്താ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അത്രയും നേരം അദ്ദേഹത്തോട് പറഞ്ഞിരുന്ന ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ 13ാമത്തെ പാരഗ്രാഫാണ് നോക്കുന്നത്. I answered quickly, "Maybe there was a chance. It means you have earned it by having the highest grades for 8 years and that is why they are giving it to you. Too late, I realized the significance of my words." അപ്പോൾ എന്താണ് ഈ 13ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്? I answered quickly, "Maybe there was a chance." ഞാനിതുവരെ അദ്ദേഹത്തോട് എങ്ങനെയാണ് സംസാരിക്കുക അല്ലെങ്കിൽ എങ്ങനെ പറയുക എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ആയിട്ട് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അദ്ദേഹത്തോട് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു. സോ I answered quickly. It means you have earned it by having the highest grades for 8 years and that's why they are giving it to you. Too late, I realized the significance of my words. നേരത്തെ ഗ്രാൻഡ്പ ചോദിക്കുന്നുണ്ട് എന്താ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആൻസറായിട്ട് മാർത്ത പറയാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് 8th സ്റ്റാൻഡേർഡ് വരെയുള്ളതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള, അതായത് അതുവരെ പഠിച്ചതിൽ വെച്ചിട്ട് 8ാം ക്ലാസ്സിലെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരു കുട്ടിക്ക് നൽകുന്ന അംഗീകാരം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു അനുമോദനമാണ് ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നതെന്ന് ഗ്രാൻഡ്പയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. Too late, I realized the significance of my words. ഞാൻ എൻ്റെ വാക്കുകളുടെ ആ ഒരു സിഗ്നിഫിക്കൻസ്, ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയിരുന്നു. Grandpa knew that I understood it was not a matter of money. അപ്പോൾ ഇത് പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെ ആ ഒരു കാര്യം ഗ്രാൻഡ്പയും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് നമുക്ക് കിട്ടുന്ന ഒരു അനുമോദനമാണ്. അങ്ങനെയുള്ള ഒരു അനുമോദനം അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതൊരിക്കലും പണം കൊടുത്ത് നമ്മളായിട്ട് പണം കൊടുത്ത് വാങ്ങിക്കേണ്ട ഒന്നല്ല എന്ന് ഗ്രാൻഡ്പയും മനസ്സിലാക്കി. I was not that. He went back to hoeing the weeds that sprang up between the delicate little bean plants. അദ്ദേഹം കളകൾ പറിക്കുന്ന ആ ഒരു ജോലിയിലേക്ക് തിരിഞ്ഞു. അതായത് ഞാൻ പറയുന്നതിനൊന്നും തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനുള്ള റിപ്ലൈ ഒന്നും തരാതെ അദ്ദേഹം തൻ്റെ ആ ഒരു ജോലിയിലേക്ക് തിരിഞ്ഞു. It was a time-consuming job. Sometimes the small shoots were right next to each other. Finally, he spoke against us. I turned to leave crying. ഇറ്റ് വാസ് എ ടൈം കൺസ്യൂമിങ് ജോബ്. ടൈം കൺസ്യൂമിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം, അത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ചിലവഴിക്കേണ്ട ഒരു ജോലിയായിരുന്നു ആ ഒരു കളപറക്കൽ എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ യഥാർത്ഥത്തിൽ കുഴിച്ചിട്ടുള്ള ആ ഒരു പ്ലാന്റിൻ്റെ ചുറ്റും ഒരുപാട് മറ്റു ചെടികളും വളർന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് പറിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ കുഴിച്ചിട്ട ചെടിയും കൂടെ പറിച്ചു പോകും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കെയർ ചെയ്തിട്ട് വേണം നമ്മളത് പറിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു ടൈം കൺസ്യൂമിങ് ജോബായിരുന്നു.
ഫൈനലി ഹി സ്പോക്ക് അഗെയിൻ ആസ് ഐ ടേൺ ടു ലീവ് ക്രൈയിങ്. ഞാൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരാനായിട്ട് നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഗ്രാൻഡ്പ വീണ്ടും എന്നോട് സംസാരിച്ചു. അതുവരെ സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയായിരുന്നു. കാരണം തന്നോട് സംസാരിക്കാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയിലേക്ക് തിരിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം മൈൻഡ് ചെയ്യാതെ നിന്നപ്പോൾ മാർത്ത അവിടെ നിന്ന് പോരാനായിട്ട് നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഗ്രാൻഡ്പ വീണ്ടും അവളോട് സംസാരിച്ചു. ഇനി എന്താണ് സംസാരിച്ചതെന്ന് നോക്കാം. ദെൻ ഇഫ് യു പേ ഫോർ ഇറ്റ് മാർത്ത, ഇറ്റ്സ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, മാർത്ത നീ അതിന് വേണ്ടിയിട്ട് പണം നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ പണം കൊടുത്തിട്ടാണ് നീ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് വാങ്ങുന്നതെങ്കിൽ അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ അതിനൊരു വാല്യൂ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അതിനെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? നമ്മളായിട്ട് പണം കൊടുത്ത് വാങ്ങുന്ന ആ ഒരു ഇതിനെ ഒരിക്കലും നമുക്ക് കിട്ടുന്ന ആ ഒരു ഗിഫ്റ്റിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കില്ല. മറ്റുള്ളവർ നമുക്ക് അറിഞ്ഞു നൽകുന്ന ആ ഒരു ഗിഫ്റ്റ് അതിന് നമ്മൾ പേ ചെയ്തിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അതൊരു ഗിഫ്റ്റായിട്ട് മാറുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നീ ഇത്രയും കാലം പഠിച്ചതിന് വല്ല കാര്യമുണ്ടോ? അങ്ങനെ പണം കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ആ ഒരു ഗിഫ്റ്റിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഗ്രാൻഡ്പ ചോദിക്കുകയാണ്. എന്നിട്ട് ഗ്രാൻഡ്പ എന്താ പറയുന്നത്, ടെൽ യുവർ പ്രിൻസിപ്പൽ ഐ വിൽ നോട്ട് പേ ദ $15. നീ നിൻ്റെ പ്രിൻസിപ്പലിനോട് പോയിട്ട് പറ, ഞാൻ ആ $15 അടയ്ക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഞാൻ ആ $15 അടയ്ക്കുന്നില്ല എന്നുള്ള കാര്യം നീ നിൻ്റെ പ്രിൻസിപ്പലിനെ പോയി അറിയിക്കുകയെന്ന് ഗ്രാൻഡ്പ മാർത്തയോട് പറയുകയാണ്. ഇനി നമ്മൾ 14ാമത്തെ പാരഗ്രാഫാണ് നോക്കുന്നത്. ഐ വാക്ക്ഡ് ബാക്ക് ടു ദ ഹൗസ് ആൻഡ് ലോക്ക്ഡ് മൈ സെൽഫ് ഇൻ ദി ബാത്റൂം ഫോർ എ ലോങ് ടൈം. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ വന്നു. എന്നിട്ട് റൂമിൻ്റെ കഥകടച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഐ വാസ് ആംഗ്രി വിത്ത് ഗ്രാൻഡ് ഫാദർ ഈവൻ ദോ ഐ ന്യൂ ഹി വാസ് റൈറ്റ്. എനിക്ക് ഗ്രാൻഡ് ഫാദറിനോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ ഓർത്തിട്ട് ദേഷ്യം തോന്നി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. അതായത് അങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗിഫ്റ്റിന് വാല്യൂ ഉണ്ടായിരിക്കില്ല, അതൊക്കെ സത്യമാണ്. എങ്കിൽ കൂടിയും അദ്ദേഹം പണം തരില്ല എന്നുള്ള കാര്യം ഓർത്തപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നി. ഗ്രാൻഡ്പയോട് മാത്രമല്ല, അതുപോലെ സ്കൂൾ ബോർഡിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും എനിക്ക് ദേഷ്യം തോന്നി, ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൾ അടക്കം എല്ലാവരോടും എനിക്ക് വലിയ ദേഷ്യവും നീരസമൊക്കെ തോന്നി. വൈ ഡിഡ് ദേ ഹാവ് ടു ചേഞ്ച് ദ റൂൾസ് ജസ്റ്റ് വെൻ ഇറ്റ് മൈ ടേൺ ടു വിൻ ദ ജാക്കറ്റ്. എന്തുകൊണ്ടാണ് പ്രിൻസിപ്പലിനോടും അതുപോലെ തന്നെ സ്കൂൾ ബോർഡിലെ ആളുകളോടൊക്കെ ദേഷ്യം തോന്നാനുള്ള കാരണം? ഇത്രയും കാലം ആ ഒരു ജാക്കറ്റ് ഫ്രീ ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. എന്നിട്ടിപ്പോൾ എൻ്റെ ഈ ഒരു ടേൺ ആയപ്പോൾ, എൻ്റെ ഈ ഒരു അവസരം ആയപ്പോൾ, എനിക്ക് കിട്ടേണ്ട ഈ ഒരു ടൈം ആയപ്പോൾ അതിനുള്ള പേ ചെയ്യേണ്ട ആ റൂൾസ് കൊണ്ടുവന്നതിന് എനിക്ക് എല്ലാവരോടും ദേഷ്യം തോന്നി. ആ ഒരു $15 എൻ്റെ സമയമായപ്പോഴാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും കാലമില്ലാത്ത റൂൾസ് എൻ്റെ സമയത്ത് കറക്റ്റ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് അവരെക്കുറിച്ച് ഓർത്തിട്ട് ദേഷ്യം തോന്നി എന്നാണ് പറയുന്നത്. ദോസ് were the days of belief and innocence. എൻ്റെ ആ ഒരു കാലഘട്ടം നിഷ്കളങ്കമായ ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ ഒരു ടൈമായിരുന്നു. ഇറ്റ് വാസ് വെരി സാഡ് ആൻഡ് വിഡ്രോവൺ ഗേൾ who dragged into the principal's office the next day. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്നു. എങ്ങനെയാണ് ചെല്ലുന്നത്? വളരെ മനസ്സില്ലാ മനസ്സോടെ, വളരെ സാഡായിട്ട്, അൺഹാപ്പി ആയിട്ടായിരുന്നു ഞാൻ ആ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നത്. ആ ഒരു സമയം എന്നെ ആരെങ്കിലും നിർബന്ധിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദിസ് ടൈം ഹി ഡിഡ് ലുക്ക് മീ ഇൻ ദി ഐസ്. ഇപ്രാവശ്യം പ്രിൻസിപ്പൽ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? എന്താ നിൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുള്ളതെന്ന് പ്രിൻസിപ്പൽ എന്നോട് ചോദിച്ചു. അപ്പോൾ എന്താ റിപ്ലൈ കൊടുക്കുന്നത്? ഐ സാറ്റ് വെരി സ്ട്രെയിറ്റ് ഇൻ മൈ ചെയർ. ഞാൻ എൻ്റെ ആ ഒരു ചെയറിൽ വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു കൊണ്ട് തന്നെ റിപ്ലൈ പറഞ്ഞു. ഹി സെഡ് ടു ടെൽ യു ഹി വോണ്ട് പേ ദ $15. അതായത് എൻ്റെ ഗ്രാൻഡ്പ പറഞ്ഞിട്ടുണ്ട് ആ ഒരു $15 അടയ്ക്കാൻ തയ്യാറല്ല എന്നുള്ളത് നിങ്ങളോട് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 15ാമത്തെ പാരഗ്രാഫാണ് നോക്കുന്നത്. ദ പ്രിൻസിപ്പൽ മട്ടേഡ് സംതിങ് ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് അണ്ടർ ഹിസ് ബ്രീത്ത് ആൻഡ് വോക്കഡ് ഓവർ ടു ദ വിൻഡോ. എന്താണ് മട്ടേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെറുപിറുക്കുക, മർമറിങ് ആണ് മട്ടേഡ് എന്നുള്ളതിൻ്റെ മീനിങ്ങും. അപ്പോൾ പ്രിൻസിപ്പൾ എന്തോ ഒന്ന് പെറുപിറുത്തുകൊണ്ട് ജനലിൻ്റെ അരികിലേക്കായിട്ട് നടന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ എന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ ആയില്ല. ഹി സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് സംതിങ് ഔട്ട്സൈഡ്. അദ്ദേഹം പുറത്ത് എന്തോ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കായിരുന്നു ആ ഒരു വിൻഡോൻ്റെ അടുത്ത്. ഹി ലുക്ക്ഡ് ബിഗർ ദാൻ യൂഷ്വൽ വെൻ ഹി സ്റ്റുഡ് അപ്പ്. അദ്ദേഹം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നീളം തോന്നിച്ചു. കാരണം അദ്ദേഹം ആ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എല്ലാ ദിവസവും കണ്ടുവരുന്നതിനേക്കാൾ കുറച്ച് വലിപ്പം നമ്മൾ തോന്നിച്ചു. ഹി വാസ് എ ടോൾ ഗോൺ മാൻ വിത്ത് ഗ്രേ ഹെയർ. അദ്ദേഹം യഥാർത്ഥത്തിൽ നല്ല ഹൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രേ ഹെയറിലുള്ള ആൾ കൂടിയാണ്. എങ്കിൽ കൂടിയും യൂഷ്വലി കണ്ടുവരുന്നതിനേക്കാൾ കുറച്ചുകൂടെ നീളം തോന്നിച്ചു അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ. ഐ വാച്ച്ഡ് ദ ബാക്ക് ഓഫ് ഹിസ് ഹെഡ് വൈൽ ഐ വെയിറ്റഡ് ഫോർ ഹിം ടു സ്പീക്ക്. അദ്ദേഹം സംസാരിക്കുന്നതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ആ ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പുറകുവശത്തേക്കൊക്കെ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്തു. പണം തരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. അതിനുള്ള ആൻസർ ആയിട്ടാണ് പ്രിൻസിപ്പൽ ചോദിക്കുന്നത്. വൈ? എന്തുകൊണ്ടാണ് പണം തരില്ല എന്ന് പറയാനുള്ള കാരണം?
ഹി ഫൈനലി ആസ്കർ യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി. നിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ പണമൊക്കെ ഉണ്ട്. ഹി ഓൺസ് എ 200 acres റാഞ്ച്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 200 ഏക്കറോളം റാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫാം ലാൻഡ്, അതായത് കൃഷിഭൂമിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 200 ഏക്കറോളം കൃഷിഭൂമിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പണമൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ നിനക്ക് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു $15 തരാത്തതെന്ന് പ്രിൻസിപ്പൾ മാർത്തയോട് ചോദിക്കുകയാണ്. ഐ ലുക്ക്ഡ് അറ്റ് ഹിം ഫോഴ്സിങ് മൈ ഐസ് ടു സേ ഡ്രൈ. ഞാൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഐ നോ സർ, ബട്ട് ഹി സെഡ് ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ഇറ്റ് ദെൻ ഇറ്റ് വുഡ് നോട്ട് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഐ സ്റ്റുഡ് അപ്പ് ടു ലീവ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്താ പറഞ്ഞത്? അവൾക്ക് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓർമ്മിപ്പിക്കുമ്പോൾ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ മാക്സിമം കരയാതിരിക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ചു. എന്നിട്ട് പറയാണ്, ഐ നോ സർ, എൻ്റെ ഫാദർ ഗ്രാൻഡ് പാ റിച്ച് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ട് എന്നുള്ള കാര്യവും എനിക്കറിയാം. ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താ എന്നോട് പറഞ്ഞത്? ഹി സെഡ് ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ഇറ്റ് ദെൻ ഇറ്റ് വുഡ് നോട്ട് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. നീ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പണം പേ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ എങ്ങനെയാണ് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റായിട്ട് മാറുന്നത് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഐ സ്റ്റുഡ് അപ്പ് ടു ലീവ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഐ ഗസ് യു വിൽ ജസ്റ്റ് ഹാവ് ടു ഗിവ് ഇറ്റ് ജൊഹാന്. ഞാൻ ഗസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ജൊഹാന് കൊടുക്കുമെന്നുള്ള കാര്യമാണ് ഞാൻ ഊഹിക്കുന്നത്. കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. ഐ ഹാഡ് നോട്ട് മീൻ ടു സേ ദാറ്റ് ഇറ്റ് ഹാഡ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്. ഇതൊന്നും ഞാൻ പ്രിൻസിപ്പളിനോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ആ ഒരു ഫീലിങ്സിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. ഐ വാസ് ഓൾമോസ്റ്റ് ടു ദ ഡോർ വെൻ ഹീ സ്റ്റോപ്പ്ഡ് മീ. ഞാൻ ഏകദേശം ആ ഒരു ഡോറിൻ്റെ സൈഡിലെത്തിയപ്പോഴേക്കും പ്രിൻസിപ്പൾ എന്നോട് നിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. മാർത്ത വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ എന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ 17ാമത്തെ പാരഗ്രാഫാണ് നോക്കുന്നത്. ഐ ടേൺ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം വെയിറ്റിംഗ്. വാട്ട് ഡിഡ് ഹി വാൻ നൗ? ഞാൻ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് നോക്കി അവിടെ വെയിറ്റ് ചെയ്തു. ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ എന്താ ചിന്ത ഉണ്ടായിരുന്നത്? എന്തിനായിരിക്കും അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടാവുക? എന്തിനായിരിക്കും എന്നോടവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ് ലൗഡ്ലി ഇൻ മൈ ചെസ്റ്റ്. എൻ്റെ ആ ഒരു ഹൃദയമിടിപ്പിൻ്റെ ഹാർട്ട് പൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയമിടിപ്പ്. എൻ്റെ ആ ഒരു ഹൃദയമിടിപ്പിൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാമായിരുന്നു. എൻ്റെ ചെസ്റ്റിനുണ്ടാവുന്ന ആ ഒരു മിടിപ്പ് എനിക്കറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സംതിങ് ബിറ്റർ ആൻഡ് വൈൽഡ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. ഐ വാസ് അഫ്രൈഡ് ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്. ഒരു കയ്പരസമുള്ള എന്തോ ഒരു ദ്രവം എൻ്റെ വായിലേക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു സമയത്ത് എനിക്കെന്താ തോന്നിയത്? എനിക്കെന്തോ ഒരു അസുഖം വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സിക്നെസ്സിലേക്ക് പോകാനുള്ള ഒരു കാണുന്ന സിമ്പലാണെന്ന് എനിക്ക് തോന്നി. ഐ ഡിഡിൻ നീഡ് എനി സിമ്പതി സ്പീച്ച്. ഒരു സിമ്പതി സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നില്ല. ഹി സൈഡ് ലൗഡ്ലി ആൻഡ് വെൻ ബാക്ക് ടു ഹിസ് ഡെസ്ക്. അദ്ദേഹം സൗണ്ടിൽ ഒരു ദീർഘനിശ്വാസം ഇട്ടതിന് ശേഷം അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു ഡെസ്കിൻ്റെ ആ ഒരു സൈഡിലേക്ക് തിരിച്ചുപോയി. ഹി വാച്ച്ഡ് മീ ബൈറ്റിംഗ് ഹിസ് ലിപ്പ്. ഓക്കെ വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. അദ്ദേഹം എന്നിട്ട് എന്നെ തന്നെ വാച്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിൻ്റെ കേസിൽ മാത്രം ഞാനൊരു എക്സെപ്ഷൻ തരാം, ഒരു ഇളവ് തരാം എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചു. ബൈറ്റിംഗ് ഹിസ് ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ടുകൾ കടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചുണ്ടുകൾ കടിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് പറയുന്നത് നിൻ്റെ കേസിൽ മാത്രം ഞാനൊരു ഇളവ് തരാമെന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. ഐ വിൽ ടെൽ ദ ബോർഡ് യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. ഞാൻ സ്കൂൾ ബോർഡുമായിട്ടൊന്ന് സംസാരിച്ചതിന് ശേഷം നിൻ്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം നിനക്ക് ആ ഒരു ജാക്കറ്റ് തരുന്നതിനെ പറ്റിയിട്ട് ഞാൻ അവരോട് പറയാം. തീർച്ചയായിട്ടും ആ ഒരു ജാക്കറ്റ് നിനക്ക് തന്നെ കിട്ടും എന്നുള്ള രീതിയിൽ പ്രിൻസിപ്പൾ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 18ാമത്തെ പാരഗ്രാഫാണ് നോക്കുന്നത്. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് ഇൻ മൈ ഇയേഴ്സ്. ആ ഒരു സന്തോഷ വാർത്ത എൻ്റെ കാതുകൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഐ സ്പോക്ക് ഇൻ എ ട്രംബ്ലിംഗ് റഷ്. വളരെ ഹാപ്പിയോട് കൂടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഐ ഫെൽറ്റ് ഗ്രേറ്റ്. ഞാൻ വളരെ ഗ്രേറ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുക, അതിന് അർഹയാവുക എന്ന് പറയുന്നത് അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഗ്രേറ്റ് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. ഐ ഡിഡിൻ നോ അബൌട്ട് അഡ്രിനാലിൻ ഇൻ ദോസ് ഡേയ്സ്. ആ ഒരു കാലത്ത് എനിക്ക് അഡ്രിനാലിൻ ഹോർമോൺസിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. നമുക്കുണ്ടാകുന്ന ഒരു സഡൻ ഇമോഷൻസ്, അത് ഹാപ്പി ആയാലും അതുപോലെ തന്നെ സാഡ് ആയാലും ഏത് ഇമോഷൻസ് ആയാലും ആ ഒരു സമയത്ത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹോർമോണിനെ കുറിച്ചൊന്നും ആ ഒരു സമയത്ത് എനിക്കറിയില്ലായിരുന്നു. ബട്ട് ഐ ന്യൂ സംതിങ് വാസ് പമ്പിങ് ത്രൂ മീ മേക്കിംഗ് മീ ഫീൽ ആസ് ടോൾ ആസ് ദ സ്കൈ.
എന്നിൽ എന്തോ ഒന്ന് പമ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് എന്നിൽ ഞാൻ ആകാശത്തോളം വളർന്നതായിട്ടും ഫീൽ ചെയ്യിപ്പിച്ചു. ആ ഒരു പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ഇമോഷൻസ്, ആ പ്രിൻസിപ്പളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു മാർത്ത. ആ ഒരു ഇമോഷൻസിൽ അവളിൽ എന്തോ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിന് അർഹയാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്രയും വലിയൊരു രീതിയിൽ ഞാൻ എത്തി എന്നുള്ള ആ ഒരു ഗ്രേറ്റ്നെസ്സും അവളുടെ മനസ്സിൽ ആ ഒരു ഹാപ്പി ഉണ്ടാക്കി. ഐ വാണ്ടഡ് ടു യെൽ, ജംപ്, റൺ ദ മൈൽ, ഡു സംതിങ്. ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ എന്നിൽ ചെയ്യണമെന്നുള്ള ആ ഒരു ഫീലിങ്സ് എൻ്റെ മനസ്സിലുണ്ടാക്കി. എന്തൊക്കെ ചെയ്യാനാണ് തോന്നിയത്? യെൽ, ജംപ്, റൺ, ആർത്തി വിളിക്കാൻ, അതുപോലെ തന്നെ ചാടി മറിയാൻ, ഓടാൻ, അങ്ങനെയുള്ള അവളുടെ ആ ഒരു ഇമോഷൻസ് പ്രകടിപ്പിക്കാനുള്ള ആ ഒരു തോന്നൽ അവളുടെ മനസ്സിലുണ്ടായി. മാർത്തയുടെ ഇത്രയും വലിയ എക്സൈറ്റ്മെൻറ്റിന് എന്തായിരുന്നു കാരണം? ആ ഒരു ജാക്കറ്റ് തനിക്ക് തന്നെ തരാമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവളെ ഈ ഒരു സന്തോഷത്തിലേക്ക് നയിച്ചത്. I ran out so I could cry in the hall where there was no one to see me. ഞാൻ അവിടെ നിന്ന് ഒരു ഹാളിലേക്ക് പോയി. ആ ഒരു ഹാളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കുണ്ടാവുന്ന ഫീലിങ്സ്, ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു ക്രൈനെസ് അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ്, അതൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആയിരുന്നു അത്. കാരണം അവിടെ ഒരു എംപ്റ്റി പ്ലേസ് ആയിരുന്നു, അവിടെ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഇമോഷൻസൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് പ്രകടിപ്പിച്ചു. At the end of the day, Mr. Smith winked at me and said, I hear you are getting the scholarship jacket this year. അപ്പോൾ എന്താണ്, അന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു എൻഡിൽ, അന്നത്തെ ദിവസം കഴിയാനായപ്പോൾ ആ വൈകുന്നേര സമയങ്ങളിൽ മിസ്റ്റർ സ്മിത്ത് മാർത്തയെ കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് വിങ്ക്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കണ്ണിറുക്കി കാണിക്കുക. മിസ്റ്റർ സ്മിത്ത് മാർത്തയോട് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് എന്താ പറയുന്നത്? അവിടെ നിന്നെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, നിനക്കാണ് ഈ ഒരു വർഷത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട് എന്നുള്ള കാര്യം മാർത്തയോട് മിസ്റ്റർ സ്മിത്ത് അറിയിക്കുന്നുണ്ട്. ഇനി നമ്മൾ 19ാമത്തെ പാരഗ്രാഫാണ് നോക്കുന്നത്. ഹിസ് ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെൻറ്റ് ആസ് ബേബീസ് ബട്ട് ഐ ന്യൂ ബെറ്റർ. ആ ഒരു സമയത്ത് മിസ്റ്റർ സ്മിത്തിൻ്റെ ഫേസ് എങ്ങനെയായിരുന്നു? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കവും ഹാപ്പിയുമായിട്ടുള്ള ഒരു ഫേസ് ആയിട്ട് എനിക്ക് തോന്നി. ഐ ന്യൂ ബെറ്റർ, എനിക്ക് അദ്ദേഹത്തെ വളരെ ബെറ്ററായിട്ട്, വളരെ നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. വിത്തൗട്ട് ആൻസറിങ് ഐ ഗേവ് ഹിം എ ക്വിക്ക് ഹഗ് ആൻഡ് റാൻ ടു ദ ബസ്. ഞാൻ അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടി ആയിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് അദ്ദേഹത്തെ ഹഗ് ചെയ്തു, എൻ്റെ ആ ഒരു ആഹ്ലാദം പ്രകടിപ്പിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ആ ഒരു ബസ്സിലേക്ക് ഓടിപ്പോയി. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം അഗെയിൻ. ഇപ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ കരഞ്ഞുകൊണ്ടായിരുന്നു പോയിരുന്നത്. ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. കഴിഞ്ഞ തവണ ഞാൻ കരഞ്ഞു പോയത് എൻ്റെ ആ ഒരു സങ്കടം കാരണമായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഞാൻ കരഞ്ഞു പോകുന്നത് എൻ്റെ ആ ഒരു ഹാപ്പി കാരണമാണ്. ഞാൻ വളരെ സന്തോഷവതിയാണ്. അപ്പോൾ ആ ഒരു ഹാപ്പി കാരണവും ഞാൻ ഇപ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴേ കരഞ്ഞുകൊണ്ടാണ് പോയത്. ഐ കുഡ് നോട്ട് വെയിറ്റ് ടു ടെൽ ഗ്രാൻഡ്പ ആൻഡ് റാൻ സ്ട്രെയിറ്റ് ടു ദ ഫീൽഡ്. ഗ്രാൻഡ്പ വരുന്നത് വരെ ഈ ഒരു ഹാപ്പി ന്യൂസ് പറയാതെ കാത്തിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തത്? ഞാൻ നേരെ ഗ്രാൻഡ്പ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡിലേക്കാണ് ഞാൻ നേരെ പോയത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ ആകെ പോയത്. ഐ ജോയിൻ ഹിം ഇൻ ദി റോ വേർ ഹി വാസ് വർക്കിംഗ്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ ഒരു വരിയിൽ, അതായത് ആ ഒരു റോയിൽ ഞാൻ ജോയിൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് വിത്തൗട്ട് സേയിങ് എനിത്തിങ് ഐ ക്രൗച്ച്ഡ് ഡൗൺ ആൻഡ് സ്റ്റാർട്ടഡ് പുള്ളിങ് അപ്പ് ദ വീഡ്സ് വിത്ത് മൈ ഹാൻഡ്സ്. ഞാൻ അദ്ദേഹത്തോടൊന്നും തന്നെ സംസാരിച്ചതൊന്നുമില്ല. ഞാനും അദ്ദേഹം പറിക്കുന്നത് പോലെ ആ ഒരു കളകൾ പറിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു. ക്രൗച്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുനിഞ്ഞിരിക്കുന്നതിന്, അതായത് നമ്മൾ കാലിൻ്റെ മുട്ടൊക്കെ വളച്ചിട്ട് ഇരിക്കുന്നതിനെയാണ് ക്രൗച്ച്ഡ് എന്ന് പറയുന്നത്. ഗ്രാൻഡ്പ വർക്ക്ഡ് അലോങ് സൈഡ് മീ ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ഹി ഡിഡ് നോട്ട് ആസ്ക് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. അദ്ദേഹം എൻ്റെ കൂടെ കുറേ നേരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ ഒരു സമയത്തൊന്നും തന്നെ ഗ്രാൻഡ്പ എന്നോട് എന്ത് ചോദിച്ചില്ല. ഇന്ന് പ്രിൻസിപ്പളിനോട് നീ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ, അദ്ദേഹം എന്താണ് നിന്നോട് പറഞ്ഞത് എന്നുള്ള കാര്യമൊന്നും അറിയാൻ ഗ്രാൻഡ്പയും എന്നോടൊന്നും ചോദിച്ചില്ല. ആ ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആഫ്റ്റർ ഐ ഹാഡ് ലിറ്റിൽ പൈൽ ഓഫ് വീഡ്സ് ബിറ്റ്വീൻ ദ റോസ് ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ഫേസ് ഹിം. അത്രയും ടൈം ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടും അദ്ദേഹം എന്നോടൊന്നും തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ആ ഒരു കള പറക്കലൊക്കെ നിർത്തി ആ ഒരു കളയുടെ ഒരു കൂട്ടം പറിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിരിക്കുന്ന ആ ഒരു റോഡിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഞാൻ ഗ്രാൻഡ്പയെ ഒന്ന് ഫേസ് ചെയ്തു, അതായത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ അത്രയും നേരം ഗ്രാൻഡ്പയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടും ഗ്രാൻഡ്പ അവളോട് ആ സ്കൂളിലെ വിശേഷങ്ങളോ അവിടെ സംഭവിച്ച കാര്യങ്ങളോ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളായിട്ട് ആ ഒരു കളപറക്കൽ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഗ്രാൻഡ്പയോട് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എണീറ്റ് നിന്നു. എന്നിട്ട് ഗ്രാൻഡ്പയെ ഫേസ് ചെയ്തുകൊണ്ട് എന്താ പറയുന്നത്? ദ പ്രിൻസിപ്പൾ സെയ്ഡ് ഹീ ഈസ് മേക്കിംഗ് ആൻ എക്സെപ്ഷൻ ഫോർ മീ. എൻ്റെ കേസിൽ ഒരു എക്സെപ്ഷൻ നൽകാമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു പരിഗണന നൽകാമെന്നുള്ള കാര്യം പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് ഐ ആം ഗെറ്റിംഗ് ദ ജാക്കറ്റ് ആഫ്റ്റർ ഓൾ. എല്ലാത്തിനും ഒടുവിലായിട്ട് എനിക്ക് ആ ഒരു ജാക്കറ്റ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ആഫ്റ്റർ ഐ ടോൾഡ് ഹിം വാട്ട് യു സെഡ്. അതായത് എപ്പോഴാണ് അത് തരാമെന്ന് പറഞ്ഞത്, ഗ്രാൻഡ് പ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു സ്കൂൾ ബോർഡിൽ മെമ്പേഴ്സുമായിട്ട് ഒന്ന് സംസാരിച്ചതിന് ശേഷം ആ ഒരു ജാക്കറ്റ് തനിക്ക് തന്നെ തരാമെന്നുള്ള കാര്യം പ്രിൻസിപ്പൾ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ 20ാമത്തെ പാരഗ്രാഫാണ് നോക്കുന്നത്. ഗ്രാൻഡ് പാ ഡിഡ് നോട്ട് സേ എനിത്തിങ്. ഇത്രയും കേട്ടിട്ടും ഗ്രാൻഡ് പാ എന്നോട് ഒന്നും തന്നെ പറഞ്ഞില്ല. ഹി ജസ്റ്റ് ഗിവ് മീ എ പാറ്റ് ഓൺ ദി ഷോൾഡർ ആൻഡ് എ സ്മൈൽ. അദ്ദേഹം എന്നോടൊന്നും സംസാരിച്ചു ഒന്നുമില്ല, അദ്ദേഹം എൻ്റെ ഷോൾഡറിൽ തട്ടിയിട്ട് ഒന്ന് ചിരിച്ചു. ഹി പുൾഡ് ഔട്ട് ദ ക്രംബിൾഡ് റെഡ് ഹാൻഡ് കർച്ചീഫ് ദാറ്റ് ഹി ഓൾവേസ് ക്യാരിഡ് ഇൻ ഹിസ് ബാക്ക് പോക്കറ്റ് ആൻഡ് വൈപ്ഡ് ദ സ്വെറ്റ് ഓഫ് ഹിസ് ഫോർഹെഡ്. അപ്പോൾ അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു റെഡ് ഹാൻഡ് കർച്ചീഫ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ആ ഒരു വേർപ്പ് തുള്ളികളൊക്കെ തുടച്ചു മാറ്റി. ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സപ്പർ. അതായത് നീ ഇപ്പോൾ പോയിക്കോ, എന്നിട്ട് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ സപ്പറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് പ അവളെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഐ ഗേവ് ഹിം എ ബിഗ് ഗ്രീൻ. ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിളിച്ച് കാണിക്കുക. അതായത് ഞാൻ അദ്ദേഹത്തോട് ഒന്ന് പല്ലിളിച്ച് കാണിച്ചു. ഹി ഡിഡ് നോട്ട് ഫൂൾ മീ. പക്ഷെ അദ്ദേഹം എന്നോട് തിരിച്ചതുപോലൊന്നും തന്നെ കാണിച്ചതൊന്നുമില്ല. ഐ സ്കിപ്പ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസ്ലിംഗ് സം സില്ലി ട്യൂണ്. ഞാൻ എന്നിട്ട് വളരെ ഹാപ്പിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് ഓടിപ്പോയി. ആ ഒരു സമയത്ത് വിസ്ലിംഗ് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു അവൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെല്ലാം പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം മൈ ലൈഫ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.